ശോധനയാലുള്ളം തകർന്നിടിലും വേദനയാൽ കൺകൾ നിറഞ്ഞിടിലും ആനന്ദമാം പരമാനന്ദമാം ആനന്ദ സന്തോഷത്തിൻ ജീവിതമാം ആനന്ദമാം പരമാനന്ദമാം ആനന്ദ സന്തോഷത്തിൻ ജീവിതമാം നടത്തിയിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു നാൾ തോറും തൻ കൃപയാൽ എന്നെ നടത്തിയിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങിയുണരുവാനും കർത്താവിൻ്റെ പാദപിടം ചാർന്നിരിപ്പാനും കൃപയാൽ സഹായിച്ചല്ലോ. ആരോഗ്യത്തിലും സുബോധത്തിലും എഴുന്നേൽപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, സ്തോത്രം ചെയ്യുക. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പകല ദാനമായി നൽകി തരേണ്ടതിനായി അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സമാധാനം, സന്തോഷം, സൗഖ്യമൊക്കെയും ഇന്ന് വരെ തന്ന് നടത്തിയ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വീണ്ടും കൺമണി പോലെ ഞങ്ങളെ സൂക്ഷിക്കണം. ഏറിയ ദൈവകൃപയിൽ ഞങ്ങളെ വഴി നിർത്തുമാറാകണം. പോക്കിലും വരവിലും വാഹനയാത്രയിലും വഴിയാത്രയിലും ജോലിയിലുമൊക്കെ കൂടിയിരുന്ന് സഹായിക്കണമേ അപ്പാ. വരാമായിരിക്കുന്ന എല്ലാ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ സൂക്ഷിക്കണമേ കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സമ്പൂർണ്ണമായും താഴ്ത്തി ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട് കർത്താവേ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളുണ്ടപ്പാ. ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ള ഓരോ മക്കളെയും അടിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. എൻ്റെ തമ്പുരാൻ്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിക്കണമേ. ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തിന്മേൽ മനസ്സലിയണമേ. അത്ഭുതങ്ങളെ ചെയ്ത് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നുവരെയും എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ ഓരോ മക്കളെയും നടത്തിയതാ. എൻ്റെ കർത്താവ് കഷ്ടങ്ങളിൽ കൂടെ ഇരിക്കുന്ന ദൈവമാ. വിളിച്ച ദൈവം വിശ്വസ്തന. ഞങ്ങൾ വഴിയിൽ വലയുവാൻ നീ സമ്മതിക്കുന്ന ദൈവമല്ല. അപ്പോൾ നികരം ചാർത്ത് പിടിച്ച് ഞങ്ങളെ നല്ല വഴിയെ നടത്തുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവ്. അപ്പോൾ ഈ സമയം ദൂരത്തും ചാർത്തുമായി അടിയനെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ പാദപിടത്തിൽ ചേർത്ത് വയ്ക്കുന്നു. അപ്പാ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണം. ഒരു കഷ്ടമോ നഷ്ടമോ സങ്കടമോ ഉണ്ടാൻ അനുവദിക്കാതെ വേണം. ദിനംതോറും വേണ്ടുന്നത് കൊടുത്ത് പോറ്റി പുലർത്തണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി, അവരുടെ പഠനം, ജോലി ചെയ്യുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗങ്ങൾ, ഞങ്ങളുടെ യാത്രകൾ എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപിടത്തിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ അപ്പൻ്റെ ആ കരം ഞങ്ങളെ ചേർത്ത് പിടിക്കണം. മുൻപും പിൻപീടും വരെ ദൂതന്മാരെ കാവൽ ചെയ്യുമാറാകണം. നിശ്ചിത സ്ഥാനത്തെത്തോളം ഓരോ മക്കളെയും അവിടുത്തെ പൊന്നുകരത്തിൽ വഹിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്ന ഓരോ മക്കൾക്കും കരുതി ഒരുക്കി കൊടുക്കുമാറാകണം. കഷ്ടനഷ്ടം കൂടാതെ എല്ലാവരെയും കാത്തുകൊണ്ടുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സമാധാനത്തോടെ കാത്തുകൊണ്ട് എല്ലാ സൗഖ്യത്തിലും കാത്തുകൊള്ളണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും ഒന്നുകൂടെ ഏൽപ്പിക്കട്ടെ. ജയത്തോടെ നടത്തണേയപ്പാ. ബുദ്ധിജ്ഞാനവും നൽകണമേ. നല്ല ഭാവിയിൽ എത്തുവാൻ സഹായിക്കണം. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനത്തോടെ ജോലി ചെയ്യാൻ സഹായിക്കണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് വഴിവാതിൽ തുറന്നു കൊടുക്കണം. അത്ഭുതമാർന്ന കരം നീട്ടി മാനിക്കുമാറാകണം. ദൈവമായ കർത്താവ്, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. OET IELTS ജർമ്മനും പഠിക്കുന്ന മക്കൾ, ഹാർഡിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ, പ്രൊമറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം പൊന്നപ്പച്ചൻ്റെ പാദപിടത്തിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ്റെ ബുദ്ധിജ്ഞാനം അവർക്ക് കൊടുക്കണമേ. കർത്താവ് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ കരം ചേർത്ത് പിടിച്ചാട്ട്, അത്ഭുതത്തിൻ്റെ കരം ചേർത്ത് പിടിച്ചാട്ട്, മനസ്സലിവും കരുണയുള്ള ദൈവം, ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്തു. ദൈവമായ കർത്താവ്, ഈ സമയം ഹല്ലേലൂയ കർത്താവ്, ഞങ്ങളുടെ വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന തക്കതവണയായിരിക്കും അവരുടെ വിവാഹം നടക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചു കൊള്ളണം. ഭവനമില്ലാത്ത മക്കൾക്ക് കർത്താവ് തലചായ്പാൻ ഭവനമൊരുക്കണം.
ഭവനം പണിയുന്ന മക്കളത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യമൊരുക്കണമേ. ദൈവമായ കർത്താവേ, കടഭാരത്തിന് നടുവിൽ വലയുന്ന ജീവിതങ്ങളോട് മനസ്സലിയണമേ. അത്ഭുതമാർന്ന വഴിവാതിൽ തുറന്നു കൊടുത്തവരെ മാനിച്ചാട്ട് കർത്താവേ. ദൈവമായ കർത്താവേ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, ആമേൻ, ഹല്ലേലൂയ കർത്താവേ, അവർക്ക് മാനസാന്തരം കൊടുക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടപ്പാ. മനസ്സലിയണം, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. മനസ്സലിയണമേ കർത്താവ്. ഈ സമയം ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ ഉപജീവനമാർഗവും ദുർക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടുന്നത് കർത്താവ് കൊടുത്ത് പോറ്റി പുലർത്തണം. വാഹനം ഓടിക്കുന്ന മക്കളെ സഹായിക്കണം. ഓരോ വാഹനത്തിലും കർത്താവിൻ്റെ കാര്യം ചേർത്ത് പിടിച്ചോണം. എൻ്റെ കർത്താവേ, എല്ലാവിധ അനർത്ഥത്തിൽ നിന്നും ആപത്തിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ. പുതിയ വയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണമേ. പുതുവർഷക്കാലം കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും ഓരോരുത്തർക്കും കൊടുത്ത് മാനിക്കണം. ദൈവമായ കർത്താവ്, ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം അപ്പൻ്റെ പക്കലുണ്ട്. സമാധാനത്തോടെ ഓരോ മക്കളെയും കാത്തോണേ കർത്താവേ. ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും സംരക്ഷിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ. ഞങ്ങളുടെ പൈതങ്ങളെ വളർത്തിത്തരണമേ. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ പരിപാലിക്കണമേ. ശത്രു കാണാതെ മറയ്ക്കണമേ. ഹരിദാസത്തിലൊന്നും അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ. കൺമണി പോലെ ഓരോ മക്കളെയും സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, ഈ സമയം ഹല്ലേലൂയ, രോഗികളായി ഭാരപ്പെടുന്നവരെ ഏൽപ്പിക്കുക. പല വിധത്തിൽ കഷ്ടവും സങ്കടവും വേദന അനുഭവിക്കുന്നവരുണ്ട് കർത്താവ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ, അതിവേദനകളെ കൂടി കഴിഞ്ഞു പോകുന്നവർ, നീർക്കെട്ടുകളാൽ ഭാരപ്പെടുന്നവർ, ആമേൻ, ഉണങ്ങാത്ത വ്രണമുള്ളവർ കർത്താവ്, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, മാനസികമായ അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്നവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനുള്ളവർ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, ദൈവമായ കർത്താവെ, കൈകാലുകൾക്ക് ചലനമില്ലാത്തവർ, ഞങ്ങളുടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ കർത്താവ്, വയറ്റിൽ മുഴിയാൽ ഭാരമുള്ള ജീവിതങ്ങൾ, ആസ്മ രോഗികൾ, അലർജിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നവർ, തൈറോയിഡുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. എൻ്റെ അപ്പൻ്റെ പക്കൽ സൗഖ്യമുണ്ട്. ആമേൻ. എൻ്റെ അപ്പനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ തൊട്ട് സുഖപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളത് തിരിച്ചറിഞ്ഞതാ, രുചിച്ചറിഞ്ഞതാ. ഇന്നും ആ കരം കുറുകിയിട്ടില്ലല്ലോ കർത്താവ്. ആ നീട്ടപ്പെട്ട കരം, ഹല്ലേലൂയ, ആണിപ്പടുത്തുള്ള കരം ഓരോ മക്കളുടെ മേലും നീട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവ്. എല്ലാം അപ്പച്ചൻ്റെ പാദപിടുത്തിൽ ഏൽപ്പിക്കട്ടെ. പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപ തന്നാട്ടെ. ഹല്ലേലൂയ. എല്ലാ യാത്രകളെയും അനുഗ്രഹിച്ചാട്ടെ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിച്ച് കാത്തോണേ. ഞങ്ങളുടെ സുവിശേഷ വേലക്കാരെ അനുഗ്രഹിച്ച് കാത്തോണേ. ഇന്ന് പകൽക്കാലം ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.